എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരുപാട് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കോൾസ് വരാറുണ്ട്. അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ +2 കഴിഞ്ഞു, ഏത് കോഴ്സിന് പോകണം, ഏതിനാണ് കൂടുതൽ ജോലി കിട്ടാനുള്ള സാധ്യത, സാലറി കൂടുതൽ കിട്ടാൻ പുറത്ത് വിദേശത്ത് പോകാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഒരു സോഷ്യൽ പ്രഷറിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് പല പാരൻസും ഈ കരിയർ എക്സ്പേർട്സിൻ്റെയൊക്കെ അടുത്ത് സമീപിക്കുന്നത്. ഏതാണ് മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്നറിയാനായിട്ട്. പലപ്പോഴും അവർ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. നമ്മൾ ഏതൊരു സാഹചര്യത്തിലും ഒരു ഉപരിപഠനത്തിന് പോകുന്നതിന് മുൻപായിട്ട് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അസസ് ചെയ്യണം. അത് അസസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സഹായം തേടാം. അതിൽ പാരൻസിനും ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റിന് കിട്ടുന്ന മാർക്ക് വെച്ചാകരുത് അവരുടെ സബ്ജക്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് സെലക്ട് ചെയ്യാൻ. കാരണം പല കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും പല രീതിയിലാണ് മാർക്സ് അവാർഡ് ചെയ്യുന്നത്. ചിലർ ലിബറലായിരിക്കും, ചിലർ സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലർ ആവറേജിലായിരിക്കും. അപ്പോൾ ഒരിക്കലും മാർക്കാവരുത് അവരുടെ ജെനുവിൻ ഇൻട്രസ്റ്റ്, പഠിക്കാനുള്ള താല്പര്യം. കാരണം ഉപരിപഠനത്തിന് പോകുമ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സിലബസ് ആകണമെന്നില്ല കൂടുതലായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള കുട്ടികളുടെ അഡാപ്റ്റബിലിറ്റി ലെവൽ, അത് പുതിയൊരു കോഴ്സ് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡ് നമുക്കുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മറ്റുള്ള ഒരാളുടെ കയ്യിൽ നിന്നോ കരിയർ എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്നോ അഡ്വൈസ് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എങ്ങനെയാണ് അഡ്വൈസ് എടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കാരണവശാലും ഏതൊരു കോഴ്സ് എൻ്റെ മകൾ ചെയ്യണമെന്ന് ഒരു കരിയർ എക്സ്പേർട്ട് ബ്ലൈൻഡായിട്ട് തീരുമാനിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വരരുത്. കാരണം എപ്പോഴും നമ്മളൊരു തേർഡ് പാർട്ടി ആളുകളോട് നമ്മളൊരു കോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കൂടുതൽ സാലറി കിട്ടാനുള്ള ഒരു കോഴ്സേ അവർ സജസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് അസസ് ചെയ്യായിരിക്കും, പക്ഷേ അസസ് ചെയ്യുന്ന ടൂൾസ്, മെത്തഡോളജിയും എല്ലാം കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മകൾക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം, അതിനുള്ള ഒരു കരിയർ ആസ്പിറേഷൻ വെച്ചിട്ടൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. അത് ഹാൻഡിൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് കോളേജസ്, ഇപ്പോൾ 2 കോളേജസ് എടുത്തു, യൂണിവേഴ്സിറ്റി എടുത്തു, ആ കോളേജസ് നല്ലതാണോ, അവിടുത്തെ കരിക്കുലം എങ്ങനെയുണ്ട്, ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്, അത് പഠിച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ളത്, അവിടുത്തെ അലൂമിനായി നെറ്റ്വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ ഇൻപുട്സും ഇതൊക്കെ എടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ നല്ല രീതിയിൽ റിസർച്ച് നടത്തണം. ഓൺലൈനായിട്ടും ഇതുപോലെ തന്നെ ഈ ജോബ് ഫെയർ, കരിയർ റിലേറ്റഡ് അല്ലെ സെഷൻസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഫോംഡ് ഡിസിഷൻ കിട്ടും. ബ്ലൈൻഡായിട്ട് ഒരു സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പോകുന്നൊരു കോഴ്സിന് പുറകെ കുട്ടികൾ ഇടരുത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സിന് ഒരുപാട് കുട്ടികൾ ചേരുന്നുണ്ട്. പലർക്കും മാത്തമാറ്റിക്സിൻ്റെ ഒരു ബേസ് പോലും ഇല്ലാതെയാണ് ആ കോഴ്സിന് പോകുന്നത്. അവർ ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ അവർക്ക് ദേ ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ ഡിസ്പ്ലേസ്ഡ് ആവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടാണ് എപ്പോഴും നമ്മൾ ഉപരിപഠനത്തിൽ നോക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ യു. Thank you very much.